ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പാഠങ്ങൾക്ക് ശേഷമുള്ള ആക്ടിവിറ്റി, അതിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ട ഗ്രാമർ ഭാഗത്ത് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ ആക്ടിവിറ്റി നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 2. നൈനിക, എ ക്ലാസ് 9 സ്റ്റുഡൻറ്റ്, went home and narrated the story half a day to her younger brother. The first few sentences of Nainiga's narration are given below. Read them carefully. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നൈനിക എന്ന് പറയുന്ന ഒരു കുട്ടി അവൾ വീട്ടിൽ ചെന്നിട്ട് തൻ്റെ സഹോദരനോട് ഈ പഠിച്ച ഈ കഥ, ഹാഫ് എ ഡേയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നിതിൻ, ഐ റെഡ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ടുഡേ. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ബോയ്. അപ്പം ഞാൻ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ വായിച്ചു. അതൊരു ചെറിയ കുട്ടിയുടെ കഥയാണ്. ഹി വാസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. അവൻ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകപ്പെട്ടു, അല്ലേ, അവൻ്റെ അച്ഛൻ അവനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. All his clothes, the black shoes, the green school uniform and the red tarbush were newly bought for the special day. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം, പുതിയ വസ്ത്രങ്ങളും ഷൂസും കാര്യങ്ങളുമെല്ലാം നേരത്തെ വാങ്ങി ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി വാങ്ങപ്പെട്ടിരുന്നു. While he was walking to school, he was being watched by his mother. അവൻ്റെ അമ്മയാൽ വാച്ച് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിസ് ഫാദർ ആൻഡ് ഹി ഹാഡ് വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ്. എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് ദാറ്റ് ഹാഡ് ബീൻ പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, prickly pears, henna trees and a few date palms could be seen on either side of the street. അങ്ങനെ ഒരു കഥ തൻ്റെ അനിയനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില സെൻറ്റൻസുകൾ ആക്റ്റീവ് സെൻറ്റൻസ് ആണ്, എന്നാൽ ചില സെൻറ്റൻസുകൾ പാസീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കോളങ്ങളിലായിട്ട് നമുക്ക് ഇത് എഴുതാം. ഒന്നാമത്തെ എ കോളത്തിൽ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി, ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ സെൻറ്റൻസും. കോളം ബിയിൽ നൈനിക പറഞ്ഞ കഥ, നൈനിക അത് കഥയായിട്ട് പറഞ്ഞപ്പോൾ നൈനിക ഉപയോഗിച്ച സെൻറ്റൻസും ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഒന്നാമത്തത്, ഹി വാസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ എന്നാണ് നൈനിക പറഞ്ഞിരിക്കുന്നത്. അവൻ സ്കൂളിലേക്ക് കൊണ്ടുപോകപ്പെട്ടു അവൻ്റെ അച്ഛനാൽ. അപ്പോൾ അവിടെ പാസീവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഐ പ്രൊസീഡഡ് എലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് ഹാൻഡ് റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ദ ലോങ് സ്ട്രൈഡ്സ് ഹി വാസ് ടേക്കിംഗ്. രണ്ടാമത്തത്, ഓൾ ഹിസ് ക്ലോത്ത്സ്, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടാബൂസ് വെർ ന്യൂലി ബോട്ട് ഫോർ ദ സ്പെഷ്യൽ ഡേ. അപ്പം നൈനികയുടെ വേർഷനാണ് അത് കഥയിൽ വരുന്നത്. എക്സാക്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഓൾ മൈ ക്ലോത്ത്സ് വെർ ന്യൂ, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടാബൂസ്. മൂന്നാമത്തത് നൈനിക പറയുമ്പോൾ, വൈൽ ഹി വാസ് വാക്കിംഗ് ടു സ്കൂൾ ഹി വാസ് ബീയിങ് വാച്ച്ഡ് ബൈ ഹിസ് മദർ. എന്നാൽ സ്റ്റോറിയിൽ അതുള്ളത്, my mother stood at the window watching our progress and I would turn towards her from time to time as though appealing for help എന്നാണ് ഉള്ളത്. ഇനി ബാക്കി സെൻറ്റൻസുകളും കൂടി നോക്കാം. ഹിസ് ഫാദർ ആൻഡ് ഹി ഹാഡ് വാക്ക്ഡ് along a street lined with gardens on both sides. We walked along a street lined with gardens. On both sides were extensive fields planted with crops, prickly pears, henna trees and a few date palms. ഇനി അഞ്ചാമത്തത്, extensive field that had been planted with crops, prickly pears, henna trees and a few date palms could be seen on either side of the streets. ഇത് നൈനിക പറഞ്ഞ സെൻറ്റൻസ് ആണ്. എന്നാൽ ടെക്സ്റ്റിലുള്ളത്, on both sides were extensive fields planted with crops, prickly pears, henna trees and a few date palms. അപ്പോൾ ഇത് രണ്ടും നമ്മൾ 2 കള്ളികളിലായിട്ട് എഴുതുക. അതിനുശേഷം now let's analyze the sentence. നമുക്ക് ഈ സെൻറ്റൻസുകൾ ഒന്ന് പരിശോധിക്കാം.
വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ദ ടു സെറ്റ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ദ ടേബിൾ? ഈ രണ്ട് സെറ്റിലും തമ്മിലുള്ള സെൻറ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിച്ച് ഓഫ് ദി സെൻറ്റൻസ് എക്സ്പ്രസ് ദ ആക്റ്റീവ് റോൾ ഓഫ് ദ ഡൂവർ ഓഫ് ദി ആക്ഷൻ മെൻഷൻഡ്? അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ആൾക്ക് പ്രാധാന്യമുള്ളതാണെങ്കിൽ അത് ആക്റ്റീവ് വോയിസിലാണ് അത് എഴുതുക. എന്നാൽ അത് ചെയ്ത ആൾക്ക് വലിയ പ്രാധാന്യമില്ല, ആ പ്രവൃത്തിക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ അതൊരു പാസീവ് സെൻറ്റൻസ് ആയിട്ടാണ് വരിക. ദ സെൻറ്റൻസ് ഇൻ കോളം ബി ഡു നോട്ട് എംഫസൈസ് ദ ഡുവർ. അപ്പോൾ കോളം ബിയിൽ ഈ പ്രവൃത്തി ചെയ്ത ആൾക്ക് വലിയ പ്രാധാന്യം ഇല്ല. അത് നൈനികയുടെ വേർഷനാണ്. നൈനികയുടെ വേർഷനിൽ പ്രവൃത്തി ചെയ്ത ആൾക്ക് പ്രാധാന്യമില്ലാത്ത രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോളം ബിയിൽ അങ്ങനെയാണ്. ദീസ് സെൻറ്റൻസസ് എംഫസൈസ് ദ ആക്ഷൻ റാദർ ദാൻ ദി ഏജൻറ്റ്. അപ്പോൾ പ്രവൃത്തി ചെയ്ത ആളെക്കാൾ കൂടുതലായിട്ട് ആ പ്രവൃത്തിയുടെ കാര്യമാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് നെസസറി ടു മെൻഷൻ ദ ഡൂവർ ഓഫ് ദി ആക്ഷൻ. എപ്പോഴും ഇങ്ങനെ പ്രവൃത്തി ചെയ്യുന്ന ആളുടെ പേര് പറയണമെന്ന് നിർബന്ധമില്ല. എസ്പെഷ്യലി ഇഫ് ദിസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഓർ ഈസ് അൺനോൺ ഓർ അൺഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് പ്രവൃത്തി ചെയ്ത ആൾ ആരാന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അത് ആരാണെന്ന് അറിയില്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് ഒരു പാസീവ് ഫോമിൽ നമ്മൾ എഴുതുന്നു. സച്ച് സെൻറ്റൻസസ് ആർ ഇൻ ദ പാസീവ് വോയിസ്. വേർ ഡു വി യൂസ് പാസീവ് വോയിസ്? അപ്പോൾ പാസീവ് വോയിസിൽ ആണെന്ന് നമുക്ക് പറയാം. അവിടെ പ്രവൃത്തി ചെയ്ത ആൾക്ക് വലിയ പ്രാധാന്യമില്ല, പ്രവൃത്തിക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മളിങ്ങനെ പാസീവ് വോയിസ് ഉപയോഗിക്കുക? ഈ പ്രവൃത്തി ചെയ്ത ആളാരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഈ പ്രവൃത്തി ചെയ്ത ആൾ പ്രധാനപ്പെട്ട കാര്യമല്ല എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പാസീവ് ഫോം ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് 2 കോളങ്ങളിലായിട്ട് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസസ് ഇൻ പാസീവ് വോയിസ്, സിറ്റുവേഷൻ വെയർ പാസീവ് വോയിസ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ പാസീവ് വോയിസ്, പാസീവ് സെൻറ്റൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്ന സാഹചര്യം, സിറ്റുവേഷൻ, അതുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രവൃത്തി ചെയ്ത ആൾക്ക് പ്രാധാന്യമില്ല, പ്രവൃത്തിക്കാണ് പ്രാധാന്യം, പാസീവ് ഫോമിലാണ്. ഇനി അത് ഏത് സിറ്റുവേഷനിലാണെന്നുള്ളത് നമ്മളൊന്ന് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ദ വിമൻസ് റിസർവേഷൻ ബിൽ വാസ് പാസ്ഡ് ബൈ ദി ലോക്സഭ. ദ ഡിസിഷൻ ടു കണ്ടക്ട് ദ ടൂർ വാസ് ടേക്കൺ ബൈ ദി ഹെഡ് മിസ്ട്രസ്. ദ സോഫ്റ്റ്വെയർ വാസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ കമ്പ്യൂട്ടർ. ഓക്കെ, ആ ഉദാഹരണം ശ്രദ്ധിക്കുക. അവിടെ ആരാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്നുള്ളതല്ല പ്രധാനം, സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു, ആ പ്രവൃത്തിക്കാണ് അവിടെ പ്രാധാന്യം. ദ പേഷ്യൻ്റ് വാസ് എക്സാമിൻഡ് ബൈ എ ടീം ഓഫ് ഡോക്ടേഴ്സ്. അല്ലെങ്കിൽ അവിടെ ആ ബൈ ഏജൻറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ സെൻറ്റൻസ് പറയാം, ദ പേഷ്യൻ്റ് വാസ് എക്സാമിൻഡ്. ദ കോൺട്രാക്ട് വാസ് സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്. ദി ഓർഡർ വാസ് അക്സെപ്റ്റഡ് ബൈ ദി വെൻഡർ. അപ്പോൾ ഇതൊക്കെ പാസീവ് സെൻറ്റൻസുകളാണ്. ഇനി കുറച്ച് സിറ്റുവേഷൻസ് അടുത്ത കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്, ബിസിനസ് കറസ്പോണ്ടൻസ്, റിപ്പോർട്ടിംഗ് ആൻ ഇവൻറ്റ്, ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ റിപ്പോർട്ട്, ലീഗൽ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് മാച്ച് ചെയ്യണം. അതിന് മുന്നേ പാസീവ് വോയിസ് ഷിഫ്റ്റ് ദ ഫോക്കസ് ഫ്രം ദ ഡുവർ ടു ദ ആക്ഷൻ. അപ്പോൾ പാസീവ് വോയിസിൽ വരുമ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്, അത് ചെയ്ത ആളല്ല. അപ്പോൾ ഇങ്ങനെ ആക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പാസിവൈസേഷൻ. പാസിവൈസേഷൻ ഇൻവോൾവ്സ് ചേഞ്ചിങ് ദ സ്ട്രക്ചർ ഓഫ് ദ വെർബ് ആൻഡ് ഇറ്റ്സ് ഓർഡർ. അപ്പോൾ അവിടെ ചില സെൻറ്റൻസിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യാം. വിമൻസ് റിസർവേഷൻ ബിൽ വാസ് പാസ്ഡ് ബൈ ദ ലോക്സഭ. അത് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാണ്, റിപ്പോർട്ടിംഗ് ആൻ ഇവൻറ്റ്. ദ ഡിസിഷൻ ടു കണ്ടക്ട് ദ ടൂർ വാസ് ടേക്കൺ ബൈ ദ ഹെഡ് മിസ്ട്രസ്. അതൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ്. ദ സോഫ്റ്റ്വെയർ വാസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ കമ്പ്യൂട്ടർ, ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ. The patient was examined by a team of doctors, healthcare and medical reports. The contract was signed by both parties, legal document. The order was accepted by the vendor. അത് ബിസിനസ് കറസ്പോണ്ടൻസ്. ഇങ്ങനെ ഈ രീതിയിൽ നമുക്കിത് മാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റൻസുകൾ വീണ്ടും ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ
ഓരോ സെൻറ്റൻസിലും ആക്റ്റീവ് സെൻറ്റൻസിലും പാസീവ് സെൻറ്റൻസിലും എന്താണ് വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. ആക്റ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. അവിടെ ഡുവർ ഓഫ് ദി ആക്ഷൻ പ്രാധാന്യമുള്ളതാണ്. അത് ഐ ആണ്. ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ചലഞ്ച്ഡ് എന്നാണ്. പാസീവ് ഫോമിലേക്ക് വരുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് മാറുന്നു, ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറുന്നു. അപ്പം മൈ ഫാദർ വാസ് ചലഞ്ച്ഡ് ഓപ്പൺലി ബൈ മീ. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് വാസ് ചലഞ്ച്ഡ് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ അർത്ഥം ഞാൻ എൻ്റെ അച്ഛനെ ഓപ്പണായിട്ട് വെല്ലുവിളിച്ചു. രണ്ടാമത്തെ സെൻറ്റൻസ് പറയുന്നത് എൻ്റെ ഫാദർ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യപ്പെട്ടു എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. ഇതേ രീതിയിൽ നമ്മൾ വേറൊരു സെൻറ്റൻസ് നോക്കാം. ഹീ ഈസ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. അപ്പോൾ അവിടെ ഈസ് ത്രോയിങ് അതിനെ നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഐ ആം ബീയിങ് ത്രോൺ ഇൻ ടു ദിസ് ബിൽഡിംഗ് ബൈ ഹിം. അവിടെ ഐ എൻ ജിക്ക് പകരം ബീയിങ് പ്ലസ് V3. അപ്പോൾ V3 അല്ലെങ്കിൽ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം പാസീവ് വോയിസിൽ നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ വെർബ് എന്ന് പറയുന്നത് ഐ ആം ബീയിങ് ത്രോൺ എന്നാണ്. മൂന്നാമത്തതിൽ ആക്റ്റീവ് സെൻറ്റൻസ് ഫാദർ വാസ് സ്റ്റിയറിംഗ് മീ അവേ ഫ്രം മൈ ഹോം. വാസ് സ്റ്റിയറിംഗ് അതിൻ്റെ പാസീവ് ഫോം വാസ് ബീയിങ് ടോൺ. അപ്പോൾ V3 ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വാസ് ബീയിങ് ടോൺ അവേ ഫ്രം മൈ ഹോം ബൈ ഫാദർ. നാലാമത്തെ ആക്റ്റീവ് സെൻറ്റൻസ് ദ മെൻ വെർ സോർട്ടിങ് അസ്. ആളുകൾ ഞങ്ങളെ സോർട്ട് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സോർട്ട് ചെയ്യപ്പെട്ടു എന്നാകുമ്പോൾ അത് പാസീവ് ഫോം ആവും. അപ്പോൾ ആക്റ്റീവ് ഫോമിൽ വെർബിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വെർ സോർട്ടിങ് എന്നാണ്. എന്നാൽ പാസീവ് ഫോമിൽ വരുമ്പോൾ വെർ ബീയിങ് സോർട്ടഡ്. വി വെർ ബീയിങ് സോർട്ടഡ് ബൈ മെൻ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അഞ്ചാമത്തത് ഹി ഹാസ് പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. ഹാസ് പ്ലേഡ് എന്നാണ് വെർബ്. അതിൻ്റെ പാസീവ് ഫോം ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. അപ്പോൾ അവിടെ ബഹുവചനമായതുകൊണ്ട് ഹാവ് എന്ന് വേണ്ടി വരും. ഹാവ് ബീൻ പ്ലേഡ് ബൈ ഹിം. അപ്പോൾ ഹാവ് ബീൻ പ്ലേഡ് ആണ് ഇവിടുത്തെ വെർബ് ഫോം. ആറാമത്തത് വി ഹാവ് ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. ഹാവ് ചാൻറ്റഡ് ആണ് വെർബ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ഫസ്റ്റ് സോങ് ഹാസ് ബീൻ ചാൻറ്റഡ് ബൈ അസ്. ഹാസ് ബീൻ ചാൻറ്റഡ് എന്നായി മാറും. അപ്പോൾ ഹാവ് ചാൻറ്റഡ് ഇവിടെ സബ്ജക്റ്റ് മാറുമ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും കൂടെ നോക്കിയിട്ട് ഹാസ് ബീൻ ചാൻറ്റഡ് എന്നായിട്ട് മാറുന്നു. ഏഴാമത്തത് ദേ ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ലാംഗ്വേജ് ടു അസ്. ലാംഗ്വേജ് ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു അസ് ബൈ ദം. അപ്പോൾ വെർബിൽ വന്ന മാറ്റം ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. എട്ടാമത്തത് ഐ ഷാൽ നോട്ട് അനോയ് യു. ഷാൽ നോട്ട് അനോയ് എന്നുള്ളതാണ് അതിൻ്റെ വെർബ്. അതിൻ്റെ പാസീവ് ഫോം യു ഷാൽ നോട്ട് ബി അനോയ്ഡ് ബൈ മീ. ഷാൽ നോട്ട് ബി അനോയ്ഡ്. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആക്റ്റീവ് സെൻറ്റൻസിനെ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ വരുന്ന മാറ്റങ്ങൾ. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവുകയും ഒബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് വരികയും അതിനുശേഷം തന്നിരിക്കുന്നതിലെ സെൻറ്റൻസിലെ വെർബിൻ്റെ ഒപ്പം ഒരു V3 വെർബിൻ്റെ മൂന്നാമത്തെ ഫോമും കൂടെ ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് ഫോം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ വരുന്ന മാറ്റവും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.